നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെയായി ഇവിടെ പഠിപ്പിക്കാൻ വരുന്നത്. ഇവിടെ ആരൊക്കെ വരണം, എന്തൊക്കെ ചെയ്യണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ കാണാൻ ഇഷ്ടപ്പെടാത്തവരാരും എന്റെ വീട്ടിലേക്ക് വരണ്ട. ഇനി മേലിൽ ഡാഡി അവളെ ഈ വീട്ടിൽ കയറ്റി പോരുത്. അത് നീയല്ല തീരുമാനിക്കേണ്ടത്. ഇത് എന്റെ വീടാ. ഇവിടെ ആരൊക്കെ വരണം, പോകണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. പക്ഷെ ഇവളെ ആര് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. ഓ, അവകാശം. ശ്രുതിമോളുടെ പേരിൽ അവകാശം പറയാൻ നിനക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? നീ ഇവിടെ പ്രസവിച്ചൊന്നല്ലേ ഉള്ളൂ. കൊണ്ടു നടന്നതും വളർത്തിയതും എല്ലാം ഇവനല്ലേ? എനിക്ക് സൗകര്യമില്ലായിരുന്നു വളർത്താൻ. ഡാഡി കൊണ്ടുപോയി കേസ് കൊടുക്ക്. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എന്റെ മകൾക്ക് ടീച്ചറായിട്ട് അവള് വേണ്ട. എന്റെ വാക്ക് തെറ്റിച്ചെങ്ങാനും അവൾ ഇവിടെ വന്ന എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. മോൻ വിഷമിക്കണ്ട. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ശ്രുതിമോളുടെ ഭാവി നശിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. സാരമില്ല, മുത്തശ്ശനല്ലേ കൂടെ. ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. മോനെ ഇക്കാര്യത്തിൽ അവളോട് വഴക്കിടാനൊന്നും നിൽക്കണം. ദേവിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയാം. പാർവതി, പാർവതി ഒന്നിഞ്ഞു വന്നേ. എന്താ അമ്മേ? ദേ, നീ കണ്ടു ആരാ വന്നേന്ന്? അയ്യോ, ആരാ ഇത്? വയ്യാത്ത ഡോക്ടർ എന്തിനാ ഇതുവരെ വന്നത്? വരേണ്ട ആവശ്യമെന്നാ വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ വന്നത് ദേവികയെ കാണാൻ. അവള് ബാങ്ക് വരെ പോയതാ. ഇപ്പൊ വരും. ഞാൻ അവളെ വിളിക്കാം സാർ. വേണ്ട, എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാ. സാറേ, അവിടേക്ക് വരുന്നില്ല എന്നുള്ളത് അവിടെ മാത്രം തീരുമാനമാണ്. ഞങ്ങൾക്കത് യാതൊരു പങ്കുമില്ല. അവിടെ ഇഷ്ടത്തിനെതിരായിട്ട് ഞങ്ങളൊന്നും പറയാറുമില്ല. വരാൻ കഴിയാത്തതിൽ അവക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ വരില്ലെന്ന് അവള് തീരുമാനിച്ചു കഴിഞ്ഞു. അഹങ്കാരം അല്ലാതെന്താ? അമ്മേ, നീ എന്നെ തടയാൻ നോക്കണ്ട. ഞാൻ പറയും. ഈ വീടിന് കിട്ടിയ വലിയൊരു ഗുണം ഇല്ലാതാക്കിയവള് അവള്. നിങ്ങൾക്ക് അവള് വലിയ പുണ്യാളത്തിയായിരിക്കും. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാരും കൂടിയാ. അമ്മ എന്തിനാ അനാവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ? എല്ലാവരും അറിയട്ടെ. എന്തിനാ മറച്ചു വെക്കുന്നത്? സാറേ, സാറിനറിയാമോ, സുധി മരിച്ചപ്പോ കിട്ടി 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം വരെ അവള് തിരിച്ചു കൊണ്ടങ്ങ് തന്നില്ലേ? അവള് കാണിച്ച ആ മണ്ടത്തരത്തിന് ഇവരെല്ലാവരും കൂട്ടുനിന്നു. കാശിനാണെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാ. നഷ്ടപരിഹാരം തിരിച്ചു കൊടുത്തത് ഞാൻ പിന്നീട് അറിഞ്ഞത്. ഇനി വേണമെങ്കിലും അത് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാ. ഇല്ല സാർ, ആ നഷ്ടപരിഹാരം വാങ്ങണ്ട എന്നുള്ളത് ദേവികയുടെ തീരുമാനമാണ്. അവളുടെ തീരുമാനം തന്നെയാ ഞങ്ങൾക്ക്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. നിരഞ്ജൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദേവിക വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയാം. എൻ്റെ മകളാണതിന് കാരണം. പക്ഷേ അവളുടെ നിർബന്ധത്തിന് ശ്രുതിമോളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ദേവിക മോളുടെ ട്യൂഷൻ ടീച്ചറായിട്ട് വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൊച്ചിനെന്തോ വലിയ അസുഖം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഡിസ്ലെക്സിയ, അതാണ് അവളുടെ അസുഖത്തിന്റെ പേര്. അവളെ പഠിപ്പിക്കാൻ ഒരു സാധാരണ ടീച്ചർ പോരാ. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരാളാണ്. കുറെ പേരെ പരീക്ഷിച്ചു.
പക്ഷേ അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദേവികയ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാ ഇത്ര വയ്യാതിരുന്നിട്ടും ഞാൻ ഇവിടം വരെ വന്നത്. അയ്യോടാ, കഷ്ടായിപ്പോയി. വയ്യാത്ത ഒരു കൊച്ചിന്റെ കാര്യമാണെന്ന് പോലും ഈ പെണ്ണ് ഓർത്തില്ലല്ലോ. അല്ല, ട്യൂഷൻ പഠിപ്പിച്ച ഇപ്പൊ എന്തോ കിട്ടും, വല്ല 10,000-3,000 കിട്ടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവൾ വരാത്തത്. ദേവിക വന്നതിന് ശേഷം ശ്രുതിമോൾക്ക് നല്ല മാറ്റമുണ്ട്. സൈക്കോളജിക്കലായ ഒരു ട്രീറ്റ്മെന്റ് കൂടിയാ ഈ ടീച്ചർ ജോലി. ദേവിക വന്നാലേ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ ശ്രുതിമോള് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ വന്നാൽ അത് അവളുടെ ഭാവിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും കൂടി ദേവിക കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ദേവിയെ അങ്ങോട്ട് പറഞ്ഞു വിടണം. ഇക്കാര്യം നിങ്ങളോട് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. സാറും ഞങ്ങളോട് അപേക്ഷിക്കൊന്നും വേണ്ട. ദേവിക വരാൻ സമ്മതിച്ച ഞങ്ങൾക്ക് 100% സന്തോഷമാണ്. പക്ഷേ അവളെ നിർബന്ധിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നിർബന്ധിച്ച എന്താ കുഴപ്പം? ഒരു കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ? വയ്യാത്ത ഈ സാർ ഇവിടെ വരെ വന്ന് പറഞ്ഞതല്ലേ? അല്ല സാറേ, ഞാനൊരു കാര്യം തുറന്നു ചോദിക്കുന്നതിൽ സാറ് വേറൊന്നും വിചാരിക്കരുത്. എന്താ കാര്യം? ചോദിച്ചോളൂ. ഞങ്ങൾ അവളെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാ സാർ അവൾക്ക് മാസം എത്ര രൂപ ശമ്പളം കൊടുക്കും? അമ്മേ, അവിടെ ജോലി ശമ്പളം തീരുമാനിക്കുന്ന അമ്മയാണോ? അവക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടാൻ പറ്റുമോ? നിർബന്ധിച്ച് പറഞ്ഞു വിടണം. എന്താ, നമ്മൾ നിർബന്ധിച്ച് അവള് പോവില്ലേ? ദേവികയ്ക്ക് ഞാൻ മാസം ഒരു 50,000 രൂപ ശമ്പളം കൊടുക്കാം. എന്താ, അത്രയും പോരെ? പോരെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്ന അത്രയും കൊടുക്കാം. ഞാൻ അവളെ നിർബന്ധിച്ച് പറഞ്ഞുവിടാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. 1 വർഷത്തെ അവളുടെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ തരണം. അയ്യോ, ചെക്കൊന്നും വേണ്ട, കാശായിട്ട് തന്നു. എന്റെ അമ്മയ്ക്ക് പണമെന്ന് കേട്ടപ്പോ ഭ്രാന്തായോ? സർ, അമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. മോളോട് ചോദിക്കാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. നിർത്തടി. ഒരു വയ്യാത്ത കൊച്ചിന്റെ കാര്യമാ. അവള് പോകും, ഞാൻ അവളെ പറഞ്ഞു വിടും. സാറേ, ഞാൻ പറഞ്ഞതിന് സാർ റെഡിയാണെങ്കിൽ അവള് നാളെ മുതൽ കൊച്ചിനെ പഠിപ്പിക്കാൻ അവിടെ വരും. പക്ഷേ 1 വർഷത്തെ ശമ്പളം എനിക്ക് കാശായിട്ട് ഇപ്പൊ കിട്ടണം. ശരി, സമ്മതിച്ചിരിക്കും. ഒരു വർഷത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ 6 ലക്ഷം രൂപ. സ്വാമി, എന്താ സാർ? താനൊന്ന് ബാങ്ക് വരെ പോകണം. മാനേജരെ ഞാൻ വിളിച്ച് പറഞ്ഞു. ശരി. അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. വരാനല്ലേ പറഞ്ഞത്?